ഹലോ ഗൈസ്, വെൽക്കം ടു ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഫോട്ടോകളൊക്കെ എങ്ങനെ നല്ല അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ സാധാരണ ഒരു കമ്പ്യൂട്ടറിലൊക്കെ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ അതൊക്കെ എല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ കഴിയണമെന്നില്ല. അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ആവശ്യമുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ ഫോട്ടോഷോപ്പിൻ്റെ സെയിം കമ്പനിയായ അഡോബിൻ്റെ തന്നെ ലൈറ്റ് റൂം എന്നൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് മൊബൈലിൽ എങ്ങനെ നല്ല സൂപ്പറായിട്ട് ഫോട്ടോ എഡിറ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നമ്മൾ ഒരു സാധാരണ ഒരു എഡിറ്റിംഗ് മാത്രം, ഒരു കുറച്ച് എഫക്റ്റ് കൊടുത്തുള്ള എഡിറ്റിംഗ് മാത്രമല്ല, നമ്മുടെ ഫോട്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല കളേഴ്സൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കളർ ഗ്രേഡിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ ഫോട്ടോയിൽ എന്തെങ്കിലും നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് നമ്മളിപ്പോൾ ഒരു നൈറ്റിലൊക്കെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് കുറേ നോയ്സ് വരും, നമ്മൾ സൂം ചെയ്യുന്ന സമയത്തൊക്കെ കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ ഇല്ലാതാക്കാനും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കഴിയും. അപ്പോൾ ഇതിങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിൻ്റെ ഫേസ്ബുക്ക് പേജിലേക്ക് ചെയ്യുന്നതോടൊപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരാൾക്ക് ഒരു ലാപ്ടോപ്പ് ബാഗ് നമ്മൾ സമ്മാനമായിട്ട് നൽകുന്നതാണ്. നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു പ്ലസ് ഐക്കൺ കാണാം അടിയിലായിട്ട്. ആ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് ഫോട്ടോ ആണോ എഡിറ്റ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യാൻ കഴിയും. ഇപ്പോൾ കുറേ ഫോട്ടോകളൊപ്പം സെലക്ട് ചെയ്യാൻ കഴിയും. അതിന് ശേഷം അത് പിന്നീട് എഡിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണത്. അപ്പോൾ നമുക്ക് വേണ്ട ഫോട്ടോകൾ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഈ ആഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ബാക്കിൽ പോയിട്ട് ഓൾ ഫോട്ടോസ് എന്ന് പറഞ്ഞ സെക്ഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഫോട്ടോകളൊക്കെ കാണാൻ കഴിയും. അല്ലാതെ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വേറൊരു മെത്തേഡ് കൂടെ ഉണ്ട്. നമ്മൾ ആ ഗാലറിയിൽ പോയിട്ട് നമ്മൾ ആ ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ഷെയർ എന്ന് കൊടുക്കുക. ഷെയർ എന്ന് കൊടുത്തതിന് ശേഷം അടിയിൽ ലൈറ്റ് റൂം സെലക്ട് ചെയ്യാം. അങ്ങനെയും നമുക്ക് ലൈറ്റ് റൂമിലേക്ക് ഫോട്ടോ ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം ഈ ഓൾ ഫോട്ടോസ് എടുത്തിട്ട് നമ്മുടെ ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, ഇതിൽ ആദ്യമായിട്ട് ലൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം അടിയിലായിട്ട്. അതെടുത്തിട്ട് നമുക്ക് കോൺട്രാസ്റ്റ് ഒക്കെ കുറച്ച് കൂട്ടി കൊടുക്കാം. അതേപോലെ തന്നെ ഈ ബ്ലാക്ക്സ് എന്നുള്ള കാര്യങ്ങൾ കുറച്ച് കൊടുക്കാം. അതേപോലെ തന്നെ കുറേ കാര്യങ്ങൾ ഇവിടെയുള്ള ഷാഡോസ്, വൈറ്റ്സ്, അങ്ങനത്തെ ഹൈലൈറ്റ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫോട്ടോസിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഞാനതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാനില്ല. ഞാൻ കോൺട്രാസ്റ്റും ബ്ലാക്ക്സും അഡ്ജസ്റ്റ് ചെയ്തു. അതിന് ശേഷം നമ്മൾ അടുത്തൊരു സെക്ഷനിൽ വന്നിട്ട് ഇവിടെ മിക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതെടുത്തിട്ട് ഇവിടെയുള്ള ഈ ഒരു ഓപ്ഷൻ എടുക്കാം. ഈ ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു സാധാരണ ബാക്ക്ഗ്രൗണ്ടാണ്, ഒരു പച്ചപ്പുള്ള ബാക്ക്ഗ്രൗണ്ടാണ്. അത് മാറ്റിയിട്ട് നമുക്കൊരു റെഡ് കളറൊക്കെ ആക്കണം. ഇത് നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മളെടുത്ത ഫോട്ടോ വേറെ ഏതോ രാജ്യത്തു നിന്ന് എടുത്ത പോലെയുള്ളൊരു നല്ലൊരു അടിപൊളി ലുക്കാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇവിടെയുള്ള ഈ ഹ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് അതിൽ നിന്നൊന്ന് ബാക്കിലേക്കൊന്ന് വരച്ചു കൊടുക്കാം. കണ്ടോ, ഇതിപ്പോൾ ചുവപ്പായിട്ട് വരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ചുവപ്പല്ല, കുറച്ചും കൂടി നല്ലൊരു പച്ച കളർ, ഒരു ബ്ലൂവും ഗ്രീനും കൂടി ഒരു കളറാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് മാറ്റി കൊടുക്കാം. അങ്ങനെ പല കളേഴ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ഫോട്ടോയുടെ ഭാഗത്താണ് കളർ മാറേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം സെലക്ട് ചെയ്തിട്ട് അതിങ്ങനെ വരച്ച് കൊടുത്താൽ മതി. അതിനനുസരിച്ച് ആ ഒരു ഫോട്ടോയിലെ ആ ഭാഗത്തിന് മാത്രം കളർ മാറും. അതേപോലെ തന്നെ നമ്മൾ ഈ സാച്ചുറേഷൻ എന്നെടുത്ത് അതേപോലെ ചെയ്യുന്ന സമയത്ത് സാച്ചുറേഷൻ കുറയും, കളർ വളരെ കുറഞ്ഞു പോകും. നിങ്ങൾ ചില ഫോട്ടോകൾ കണ്ടില്ലേ, ഫോട്ടോയിൽ സബ്ജക്റ്റ് നല്ല കളർ ഉണ്ടാവും, എന്നാൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത ലൂമിനൻസ് എന്ന ഓപ്ഷൻ എടുക്കുന്ന സമയത്തും ഇങ്ങനെ ആക്കുന്ന സമയത്ത് എഫക്റ്റുള്ള ചേഞ്ച് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നില്ല. വേണമെങ്കിൽ നമുക്ക് ഈ ഫേസൊക്കെ ഒന്ന് ചെറുതായിട്ട് വെളുപ്പിക്കാൻ അത് ഉപയോഗിക്കാം. എന്നാലും അത് അത്ര പെർഫെക്റ്റ് അല്ല, അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല. നെക്സ്റ്റ് നമുക്ക് ബാക്കിലേക്ക് പോകാം. ബാക്കിൽ പോയിട്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ വൈബ്രൻസും സാറ്റുറേഷനൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കാൻ കഴിയും. ഇത് രണ്ടും കൂട്ടി കൊടുക്കുന്ന സമയത്ത് നമ്മളൊക്കെ ഫോട്ടോയിലെ കളറൊക്കെ കുറച്ചൊന്ന് കൂടും. ഇനി അടുത്തൊരു ഓപ്ഷൻ എടുക്കാം. അടുത്ത ഓപ്ഷൻ എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ടെക്സ്ചർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് കൂട്ടി കൊടുക്കാം. അതേപോലെ തന്നെ ക്ലാരിറ്റി എന്നുള്ളതും കുറച്ച് കൂട്ടി കൊടുക്കാം. കുറച്ചൊരു ക്ലാരിറ്റി കൂടിയ പോലെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് കൂടും. പിന്നെ അടിയിലായിട്ട് ഈ ഒരു ഓപ്ഷനും നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൂട്ടാനും കുറക്കാനൊക്കെ കഴിയും. ഈ ഒരു ഫോട്ടോക്ക് അത് മാച്ചില്ല, പക്ഷേ ചില ഫോട്ടോകൾക്കൊക്കെ നല്ല മാച്ചാവും. ഇനി അടുത്തത്, നമുക്ക് നമ്മുടെ ഫോട്ടോയുടെ ക്ലാരിറ്റി നന്നായിട്ട് കൂടാൻ, നല്ല ക്ലിയറുള്ള ഫോട്ടോ ആയിട്ട് തോന്നാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ ഷാർപ്പനിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് കൂട്ടി കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ടത്ര കൂട്ടി കൊടുക്കുക. ചിലപ്പോൾ ഓവറായിട്ട് കൂട്ടി കൊടുത്താൽ ഓവർ ഷാർപ്പായിട്ട് ഒരു നല്ലതല്ലാത്ത ലുക്ക് വരും. അപ്പോൾ ആവശ്യത്തിന് മാത്രം കൂട്ടി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഫോട്ടോയിൽ എന്തെങ്കിലും ഒരു നോയ്സ് ഉണ്ടെങ്കിൽ, നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നൈറ്റിലൊക്കെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അത് കുറച്ച് സൂം ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല നോയ്സ് കാണാൻ കഴിയും. അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ നോയ്സ് റിഡക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് കൂട്ടി കൊടുക്കുക. അത് വേണ്ടത്ര കൂട്ടി കൊടുക്കുക. അതേപോലെ തന്നെ എന്നിട്ടും നോയ്സ് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ കളർ നോയ്സ് റിഡക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് കൂട്ടി കൊടുക്കുക. ഈ കളർ നോയ്സ് റിഡക്ഷൻ കൂട്ടി കൊടുക്കുന്ന സമയത്താണ് സാധാരണ ഒരു സോഫ്റ്റിന് എഫക്റ്റ് വരാറുള്ളത്. നോയ്സ് റിഡക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുന്ന സമയത്ത് അത് വരാറില്ല. ഏതായാലും അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക. ഇനി ഇത്രയാണുള്ളത്. ഇത്ര എഡിറ്റിംഗ് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിഫറൻസ് കാണാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മളെ ഈ ഫോട്ടോയിൽ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കാം.
അപ്പോൾ കാണാം നമ്മൾ ആദ്യം എങ്ങനെയായിരുന്നു എന്നുള്ളത് കാണാൻ കഴിയും. അത് വിടുമ്പോൾ ഇപ്പോൾ എഡിറ്റ് ചെയ്തതിന് ശേഷം എങ്ങനെയാണെന്ന് കാണാൻ കഴിയും. ഇനി നമുക്കിത് സേവ് ചെയ്യാം. സേവ് ചെയ്യാനായിട്ട് ഷെയറിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം സേവ് ടു ഡിവൈസ് എന്നത് വേണം കൊടുത്താൽ സേവ് ആകും. അല്ലാതെ നിങ്ങൾക്ക് ഇതിൻ്റെ സെറ്റിങ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്പോർട്ട് എന്നത് കൊടുക്കുക. എക്സ്പോർട്ടിൽ ഏത് ഫയൽ ടൈപ്പാണ് എന്നുള്ളത് സെലക്ട് ചെയ്യാം, ഡയമെൻഷൻസ് സെലക്ട് ചെയ്യാം, ക്വാളിറ്റി കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാം. പിന്നെ മോർ ഓപ്ഷൻ എടുക്കുന്ന സമയത്തും അവിടെ കുറേ കാര്യങ്ങൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതൊന്നും നമ്മൾ നോക്കുന്നില്ല, നമുക്ക് നേരെ ടിക്ക് കൊടുക്കാം. ടിക്ക് കൊടുത്താൽ എക്സ്പോർട്ട് ആവും. നിങ്ങൾക്ക് ഈ സെറ്റിങ്സ് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ നേരെ സേവ് ടു ഡിവൈസ് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഏതായാലും ഇത്രയാണുള്ളത്. നിങ്ങൾക്ക് രണ്ട് ഫോട്ടോകൾ തമ്മിലുള്ള ഡിഫറൻസ് ആദ്യം എങ്ങനെ ആയിരുന്നു ഇപ്പോൾ എങ്ങനെ ആയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയും. നമ്മളെ ഫോട്ടോ കുറച്ചുകൂടെ ഒരു ലുക്ക് ആയിട്ടുണ്ട്. അത് മാത്രമല്ല കുറച്ച് ക്ലാരിറ്റി കൂടിയിട്ടുണ്ട്. നിങ്ങൾ ഫോട്ടോ കുറച്ച് ക്ലാരിറ്റി കുറഞ്ഞ ഒരു ഫോട്ടോ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ നല്ല ക്ലാരിറ്റിയിൽ ഫോട്ടോ ആക്കാനും അതേപോലെ തന്നെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല ഫോട്ടോകളൊക്കെ എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് നിങ്ങളുടെ ഫീഡൊക്കെ അടിപൊളിയാക്കാൻ കഴിയും. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.